ഇനി നമുക്ക് അടുത്ത സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫ് ബിന്ദാലോ ആണ് കേട്ടോ. ഇതും ക്രിസ്മസ് സ്പെഷ്യലാണ്, പെരുന്നാൾ സ്പെഷ്യലാണ്, അങ്ങനെ ഒരുപാട് സ്പെഷ്യലുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നല്ല ഉള്ളിറച്ചി വേണം കേട്ടോ. നമ്മുടെ ചാപ്സിന് ബിന്ദാലുവിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തിരുമ്മി ഒരു 2 മണിക്കൂർ അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അത് സെറ്റാവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് പോയിക്കൊണ്ട് സവാളയൊക്കെ ഒന്ന് വഴറ്റാം. സവാള ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സവാള കുക്കറിലിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസ് ലാഭമാണ്. നമ്മുടെ കയ്യും മെനക്കെട്ട് കുറേ നേരം ഇട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചുകൊണ്ട് നമ്മൾ നിൽക്കേണ്ട സമയം ഗ്യാസ് ലാഭം. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലിട്ടിട്ട് 3 വിസിൽ അടിച്ച് നമ്മുടെ സവാള വഴറ്റെടുക്കണമെന്ന് ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. ആ സവാളയാണ് ഞാനിപ്പോൾ വാരിയതിനകത്തോട്ടിട്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ കേട്ടി വഴറ്റി നമ്മൾ ഇറച്ചിയിൽ നേരത്തെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണോട്ട് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചേർക്കേണ്ട സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞത് ഈ ഒരു വെള്ള പേസ്റ്റാണ് കേട്ടോ. ഇതുണ്ടാക്കണത് നമ്മുടെ കടുകുപരിപ്പ്, മുരിങ്ങാത്തൊലി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചൊറുക്ക ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ അതും ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക് ഇരിക്കണത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം വെള്ളം വറ്റി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ വേവിച്ച് വെച്ചേക്കണ ബീഫ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ബിന്ദാലു റെഡിയാണ്. അപ്പോൾ ബീഫ് ബിന്ദാലിന് കുറച്ചും കൂടി നല്ല വലിപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞു വിട്ടതാണ് കൊണ്ടുവന്നപ്പോൾ. ഭയങ്കര ചെറുതായിട്ടാണ് ബീഫ് വന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ